സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ ഇതാ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നു. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയായിരിക്കും. ഇതിനോടകം തന്നെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 5 മരണം സംസ്ഥാനത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞടക്കം 4 വയസ്സുകാരനമടക്കം 5 പേരാണ് ഈ അതിശക്തമായ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളിൽ മരിച്ചിരിക്കുന്നത്. സൈഫുള്ള വിവരങ്ങൾ നൽകും. യെസ്, കണ്ണൂരിൽ നിന്ന് സൈഫുള്ള ചേരുകയാണ്. സൈഫുള്ള, അവിടെ മലയോര മേഖലയിലൊക്കെ അതിശക്തമായ മഴയെന്നറിയുന്നു. എങ്ങനെയാണ്, എവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്? ദിവ്യ, കണ്ണൂരിന്റെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ്. രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ പുളിങ്ങോം കോഴിച്ചാലിൽ കർണാടക വനാതിർത്തിയോട് ചേർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ കാര്യങ്ങോട് പുഴയിൽ പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പ്രദേശത്തെ ഉന്നതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീ വീട്ടിൽ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ആ തുരുത്തിലെ താമസക്കാരിയായ സുമതിയാണ് അപകടത്തിൽപ്പെട്ടത്. പിന്നീട് ഈ ആറളം ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ആറളം ഫാമിന്റെ 13, 11 ബ്ലോക്കുകളിലാണ് വെള്ളം കയറിയത്. അവിടെയുള്ള ആളുകളെ തൊട്ടടുത്ത അംഗൻവാടിയിലേക്കാണ് മാറ്റിയത്. പാൽച്ചുരം റോഡ് തകർന്നിട്ടുണ്ട്. അവിടെ നേരത്തെ മണ്ണിടിഞ്ഞ സ്ഥലമാണ്. പിന്നീട് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. അവിടെയാണ് വീണ്ടും ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴിയുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. ആറളത്ത് ചിത്രശലഭ സങ്കേതത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കോളിത്തട്ട്, ആറളത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇരിട്ടി ഭാഗത്ത് കോളിത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഉള്ള ആളുകളെ അപകട സാധ്യത കണക്കിലെടുത്ത് പ്രാദേശിക ഭരണകൂടം അവരെ സ്ത്രീയെ രക്ഷിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഫുള്ളയാണ് വിവരങ്ങൾ നൽകി.